ഹലോ. ഞാനിവിടെ വന്നപ്പോഴത്തേക്കാണ് എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത്. പഴയ എൻ്റെ കുട്ടിക്കാലം. ഞങ്ങൾ ചേച്ചിമാരും ഞാനുമായിട്ട് ഇവിടെ വരുന്നതും അമ്മച്ചിയമ്മ എനിക്ക് ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരുന്നതും. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെ കൂടെ എൻ്റെ ആ മുത്തശ്ശിയുടെ ഒരു കഥ കേൾപ്പിക്കാനായിട്ട്. അതാ ഞാനതുകൊണ്ട് ഒരു ചെറിയൊരു കഥ മുത്തശ്ശിയെ കൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് പറയിക്കുകയാണ്. എല്ലാവരും കേട്ടു നോക്കണം. പണ്ടാണ് ദേവലോകത്ത് അവരൊക്കെ ഉള്ള കാലത്ത്, ദേവന്മാര് പണ്ടുള്ള കാലത്ത്, അന്ന് നമ്മുടെ ഭൂലോകത്തൊരു ബാർബറുണ്ടായിരുന്നു. അത് അയാള് ദാരിദ്ര്യമല്ലേ അന്നത്തെ കാലത്ത്. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ വഴക്കുണ്ടാവും, അടിയുണ്ടാവും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു ദിവസം ഇയാളെന്ത് കൊടുത്തു, ഈ വഴക്ക് തയ്ക്കാൻ വയ്യാതെ ഇയാൾ ഈ സാമഗ്രികളെല്ലാം കൂടെ പൊതിഞ്ഞ് കെട്ടി ഒറ്റ പോക്ക്. എന്നാൽ ഇയാളങ്ങ് പോയിട്ട് വന്നു. പെണ്ണുമ്പിള്ള പറഞ്ഞു. ഇയാൾ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ്, 2 ആഴ്ച കഴിഞ്ഞ്, 1 മാസം കഴിഞ്ഞപ്പോഴാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നപ്പോൾ വലിയൊരു ചുമട് ആയിട്ടാ വന്നേ. വലിയ സന്തോഷമായിട്ട് ചുമടെല്ലാം കൊണ്ടിറക്കിയപ്പോൾ എന്നതാവും ചാക്ക് നിറച്ച് സ്വർണ്ണമാണ്. അപ്പൊ അയ്യോ, ഇത്രയും സ്വർണം കൊണ്ടുവന്ന പിന്നെ അങ്ങ് സന്തോഷം തന്നെ. പിള്ളേർക്കൊക്കെ നല്ല ഡ്രസ്സൊക്കെ വാങ്ങിച്ചു, വീടൊക്കെ വെച്ച് ഇങ്ങനെ അങ്ങ് ജീവിച്ചിട്ടുണ്ട്. പിന്നെയും ഒരു ദിവസം വഴക്കുണ്ടായി. അപ്പൊ ഈ അളിയനും കൂടെ വന്നു, ഇപ്പൊ ഇങ്ങനെയുള്ള ഭാര്യയുടെ ആങ്ങളെ കൂടെ വന്നു. ഇതൊക്കെ കണ്ടും കേട്ടും തിന്നും കുടിച്ചും ഒക്കെ നിന്നപ്പോ ഇത് ഇങ്ങനെ ഉണ്ടായി ഈ പണം. ഇത്ര പെട്ടെന്ന് ഈ ഒരാൾക്ക് സ്വർണ്ണമൊക്കെ കിട്ടണമെങ്കിൽ എങ്ങനെയായിരിക്കും? എന്നാൽ ഇയാൾ പോണ വഴിക്ക് ഞാനും ഇങ്ങനെ പോകാം, അപ്പൊ എനിക്ക് ഇതുപോലെ പണം കിട്ടുമല്ലോ. അങ്ങനെ ഇരുന്നപ്പം ഒരു ദിവസം ഇതെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ രണ്ടും കൂടെ വഴക്കായപ്പോഴത്തേക്ക് നേരെ ഇയാള് ഇറങ്ങിപ്പോയി. ഭാര്യ കൂടെ പോയി. ഇയാൾ കാണാതെ പോയി ഒരു മരച്ചുവട്ടിൽ ചെന്ന് ഒളിച്ചു നിന്നു. അന്നേരം ഇയാൾ ചെന്ന് വേറെ ഒരു മരച്ചുവട്ടിൽ ചെന്ന് ഇങ്ങനെ പമ്മി കുത്തിയിരിക്കുക. അപ്പൊ ആളിയിട്ടാര് വന്ന് വേറെ ഒരു സ്ഥലത്ത് ഇവർ രണ്ടുപേരും കാണാതെ ഇയാളും കുത്തിയിരുന്നു. അങ്ങനെ ഇരിക്കപ്പോ ആകാശത്തുനിന്ന് ഒരു കാള ഇങ്ങനെ ഇറങ്ങി വരിക. അപ്പൊ ഈ മുതിര എന്ന് പറഞ്ഞൊരു സാധനം പണ്ടുണ്ട്, നിങ്ങളാരും കണ്ടിട്ടില്ല. മുതിര അതിങ്ങനെ ഉരുട്ട് പയറ് പോലെ ഇരിക്കും. ഇപ്പൊ അതങ്ങനെയല്ല, ഇപ്പൊ പരന്നായിരിക്കുന്നത്. അന്ന് ഈ മുതിര എന്ന് പറയുന്നത് ഇങ്ങനെ സാധാരണ പയറ് പോലെ ഉരുണ്ട സാധനമാണ്. അത് തിന്നാനായിട്ട് ആകാശത്തുനിന്ന് കാള ഇറങ്ങി വരിക. ഈ കാള ഒന്ന് ഇങ്ങനെ മുതിര പറക്കി തിന്ന് കുറച്ച് തിന്ന് വയറ് നിറച്ച് പോകാറായപ്പം ഇത് കാള അങ്ങ് പറക്കും. ഈ ക്ഷുരകൻ ഓടിച്ചെന്ന് കാലയെ അങ്ങ് പിടിച്ചു. കാലയെ പിടിച്ചപ്പോ ഇയാളെയും കൊണ്ട് കാള മേളോട്ട് പോവുക. അപ്പൊ ഈ ഭാര്യ ഓടി വന്ന് ഇയാളെ കാലയെ പിടിച്ചു. അപ്പൊ ഈ കാള ഈ ഒരു രണ്ടുപേരെയും കൂടെ കൊണ്ടുപോയപ്പോ അളിയെ ഓടി വന്ന് പെങ്ങളെ കാലയെ പിടിച്ചു. 3 പേരും കൂടെ അങ്ങ് പോവുക. അങ്ങ് സ്വർഗത്ത് എത്താറായപ്പോഴത്തേക്ക് ഇത് ദേവേന്ദ്രൻ കണ്ടോണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇതെല്ലാരും കൂടെ എങ്ങനെ ഇങ്ങോട്ട് വന്നാൽ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചു. അപ്പൊ ഇയാൾ പോണ വഴിക്ക് കാള ഇങ്ങനെ സ്വർഗത്തേക്ക് കൊണ്ടുപോയപ്പം ഇയാൾ മനസ്സുകൊണ്ട് ഓർക്കുകയായിരുന്നു. ഇയാൾ ആദ്യം ഇങ്ങനെ പിണങ്ങി വന്ന് ഒരു മരച്ചോട്ടി ഇരുന്നപ്പം ഈ കാള വന്ന് ഇങ്ങനെ തിന്നുന്ന കാള, ഇപ്പൊ ആകാശത്ത് നിന്ന് വന്ന ഒരു കാളയാണല്ലോ, ഇതിങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോ ഇത് തിന്ന് നിറഞ്ഞു പോകാനൊരുക്കുന്നു. ഇയാൾ ഓടിച്ചെന്ന് കാലയെ പിടിച്ചു. ഇയാളെയും കൊണ്ട് അങ്ങ് സ്വർഗത്തിൽ ചെന്നപ്പോ എന്തുവാ, അവിടുത്തെ ദേവന്മാരെല്ലാം താടിയും മീശയും എല്ലാം വളർത്തി ഇങ്ങനെ വിരൂപികളായിട്ട് വൈദ്യന്മാരെ പോലെ ഇരിക്കല്ലേ. അവിടെ ബാർബർ ഷാപ്പില്ലല്ലോ. അപ്പൊ അവരെല്ലാം ഇങ്ങനെ വളർത്തി ഇങ്ങനെ ഇരുന്ന സമയത്താണ് ഇയാൾ അവിടെ ചെല്ലുന്നത്. ഇയാളിത് കണ്ടപ്പോഴത്തേക്ക് ഇയാൾക്ക് വരുമ്പോൾ ഇയാളെ പണി അങ്ങ് തുടങ്ങി. മുടിയും വെട്ടിക്കളഞ്ഞ് മീശയൊക്കെ വെട്ടി നല്ല പൊടിമീശയൊക്കെ വെച്ച് നല്ല സുന്ദരന്മാരാക്കി. അപ്പൊ ദേവന്മാരെല്ലാം ഭയങ്കര സൗന്ദര്യമുള്ളവരല്ലേ. അപ്പൊ അതിൽ കൂടുതൽ സൗന്ദര്യം കൂടെ ഇതൊക്കെ ആയപ്പം കിട്ടിയപ്പം ഇവർക്ക് ഇതെന്തോ കൊടുക്കണോ ഈ അവന്. അങ്ങനെയാണ് ഇവരെല്ലാരും കൂടെ കൂടി ഇയാൾക്ക് സ്വർണം കൊടുത്തത്. അപ്പൊ അവിടെ നിന്ന് കാള തിരിച്ചു വന്ന കൂട്ടത്തിൽ ഇയാള് കാളയുടെ മുഖത്ത് സ്വർണം വെച്ച് വന്ന്
ഇറങ്ങി വീട്ടിൽ വന്നതാ. ഉം. ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇയാള് പിടിച്ചോണ്ടിരിക്കുക. ഉം. ഇനിയും കൊണ്ടുവരുന്ന സ്വർണം ഞാൻ കുറേശ്ശെ ചിലവാക്കുള്ളൂ, ഉം. ഇങ്ങനെ ദൂർത്തടിക്കില്ല എന്നൊക്കെ വിചാരിച്ച് ഇയാൾ ഇങ്ങനെ പോയപ്പം ഭാര്യ ചോദിച്ചു, എന്തോ ആലോചിക്കുന്നേ? ആ, നീ എൻ്റെ കാര്യമുണ്ട്. ആ, ഉണ്ട്. അല്ലടി, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോഴേ ആ ഇത്രയും പണമല്ലേ എനിക്ക് കിട്ടിയത്, ഇത്രയും പണം എന്ന് പറയും. കാളെ അങ്ങ് പോയി, കൈ ഇങ്ങനെ പോയില്ലേ, വിട്ടുപോയില്ലേ, പൊത്തോന്ന് ആകാശത്തുനിന്ന് മൂന്നും ഇവിടെ ഇങ്ങോട്ട് വന്നില്ല, മുതിരയുടെ പുറത്തോട്ട് ടമ്മെന്നങ്ങ് വീണു. മുതിര എന്ത് ചെയ്തു? ഉരുണ്ട മുതിര പരന്നു. അങ്ങനെയാണ് നമ്മുടെ മുതിര പരന്ന പയറായത്. അതാണ് കഥ. ഇഷ്ടപ്പെട്ടോ? നല്ല കഥ.